ആചരണവും ആചാരവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ആചാരം എന്ന് പറഞ്ഞാൽ ആചാരത്തിന് പുറകിൽ ഒരു അറിവുണ്ട്, ഒരു ശാസ്ത്രമുണ്ട്. ആചരണം അങ്ങനെയല്ല, കാണുന്നത് കണ്ട് അനുകരിക്കൽ മാത്രമാണ്. ഏതെങ്കിലും ഒരു പുതിയ അമ്പലത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ആ മുമ്പിൽ പോകുന്നവൻ അവിടുത്തെ ആലിന്റെ വേര് കാലൊന്ന് തട്ടി അവൻ മുമ്പോട്ടൊന്നും മറഞ്ഞു, നിലത്ത് നേരത്ത് കൈ കൊണ്ട് നമശിവായ നമ്മൾ തൊട്ടം എഴുന്നേക്കും. ഇത് കണ്ട് പുറകെ ഇരുന്ന് നമ്മളെന്ത് ചെയ്യും? വേര് തട്ടിയില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും? മനസ്സിലായി? നമ്മുടെ ധാരണ അവിടെ ചെല്ലുമ്പോൾ ഒന്ന് മാറിയണം. ഇങ്ങനെയാണ് ചില ആൾക്കാരെ. ഏതെങ്കിലും ഒരു അമ്പലത്തിൽ കയറുന്ന സമയത്ത് അയാൾ ചുമ്മാ അവിടെ നിന്ന് കറങ്ങി തൊഴുന്നു നോക്കുക, പുറകെ വരുന്നാൽ അവിടെ നിന്ന് കറങ്ങും. എന്തിനാ? മുമ്പിൽ പോയാൽ കറങ്ങി, എന്നാൽ പിന്നെ ഞാൻ കാരണം. ഇതല്ലേ പലരും ചെയ്യുന്നത്? അല്ലേ? അങ്ങനെ ആവരുത്. ആചാരം എന്താണ് എന്ന് മനസ്സിലാക്കി തന്നെ ചെയ്യുമ്പോഴാണ് ആ ആചാരത്തിനുള്ളിൽ ഒരു അറിവിനെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മുടെ പൂർവികന്മാര് ചിട്ടപ്പെടുന്നത്. ആ അറിവ് നമ്മളിലേക്ക് വരണം. അതിനാണ് ഇത്രയും ആചാരങ്ങളെ ചേർത്ത് വെച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായ ഒരു ഉദാഹരണം മാത്രം പറയാം. നമ്മുടെ ആദ്യത്തെ ആരാധന ദേവൻ ആരാ? എന്തിനാണ് ഗണപതി നാളികേരം ഉടയ്ക്കുന്നത്? നാട്ടിൽ ഒരുപാട് നാളികേരം ഉള്ളതുകൊണ്ടാണോ? പിന്നെ ഗണപതിക്ക് നാളികേരം തിന്നാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണോ? എന്തിനാ ഗണപതി നാളികേരം ഉടയ്ക്കുന്നതിനാ? ഉടച്ച ഗണപതി വന്ന് നമ്മുടെ ജീവിതത്തിൽ ഇരിക്കുന്നൊക്കെ മാറ്റിക്കൊടുക്കുന്നു. നമ്മളിലൊരു സദ്ഗുണം വർദ്ധിപ്പിക്കാനാണ്. ഏത് സദ്ഗുണം വർദ്ധിപ്പിക്കേണ്ടത്? ഞാനെന്ന ഭാവം. പറഞ്ഞ അഹങ്കാരം ചേർത്ത് പിടിക്കാം. ഞാനെന്ന ഭാവമാണ് അഹങ്കാരത്തിന്റെ ഫലമാണ്. ഞാനെന്ന ഭാവം എപ്പോഴാണോ നമ്മളിൽ നിന്ന് മാറുന്നത് അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിഘ്നങ്ങൾ അകലത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഞാനെന്ന ഭാവം കട്ടിയുള്ളതാണ്. വലിയ കണ്ണാണ് ധാരുണ്ടാക്കുന്നത്. ആ 3 കണക്ക് ത്രിഗുണങ്ങളാണ്: തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം. ആ ത്രിഗുണങ്ങളാകുന്ന ആ ശരീരം ഇന്നിപ്പോ നമ്മൾ പ്രകടാചരിതം വരുമ്പോൾ ത്രിഗുണാത്മകമായി ഈ പ്രപഞ്ചത്തിൽ തിളങ്ങുന്ന, 3ആയി തിളങ്ങുന്നതും നീ ഒന്ന് തന്നെയല്ലേ എന്ന് പ്രകടാതെ സ്തുതിക്കുന്നുണ്ട് ഭഗവാനെ. മനസ്സിലാവാതെ മനസ്സിലായേ? 3ആയി കാണുന്നതും നീ ഒന്ന് തന്നെ തിളങ്ങുന്നു. ഇത് ഈ സങ്കല്പത്തോടെ അല്ലെങ്കിൽ 10 രൂപയുടെ തേങ്ങ കൊട്ടിയത് മാത്രം വെച്ചാൽ. ഈ സങ്കല്പത്തോടെയാണെങ്കിൽ എന്റെ അഹങ്കാരത്തെ ഞാൻ ഉപേക്ഷിക്കണം എന്ന ബോധം നമുക്ക് കിട്ടും. അതിലേറ്റവും നല്ലത് ആ ബോധത്തോടുകൂടി ചെയ്യുന്നതിലേ നല്ലത്. അതിന് ആശയം മനസ്സിലായില്ലേ? അപ്പൊ ഏതൊരു ആചാരവും കൃത്യമായി അതിന്റെ അർത്ഥം അറിഞ്ഞു ചെയ്തില്ലെങ്കിൽ ആചരണമായി പോകും. അതെന്തിനാണെന്ന് ചോദിച്ചാൽ അറിയാതായി പോകും. ഈ 2 പിടികങ്ങൾ വന്നു ചേരുന്ന, നാസിക വന്നു ചേരുന്ന ഭൂമധ്യ ബിന്ദു എന്ന് മനുഷ്യ ശരീരത്തിൽ വിളിക്കുന്ന ലലാട മധ്യം എന്ന് പറയുന്ന ഈ സ്ഥലമാണ് ആജ്ഞാചക്രം. ഈ 6ാമത്തെ പടിയിൽ ശിവദർശനം കിട്ടേണ്ടത് ഇവിടെ നിന്നാണ്. അതുകൊണ്ടാണ് ഈ പടിയിൽ നമ്മൾ ചന്ദനം, ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദമൊക്കെ കൊടുക്കുന്നത്. മനസ്സിലാക്കുന്നു? കാരണം ആ ചൈതന്യത്തെ പെട്ടെന്ന് ഒബ്സർവ് ചെയ്തെടുക്കാൻ. ഗണപതിയുടെ സ്ഥാനം എവിടെയാ? കന്നിമൂലയാണ്. ശരി, കറക്റ്റാണ്. ഈ കന്നിമൂല സങ്കല്പം ശാസ്ത്രപ്രകാരം പറയുന്നെങ്കിലും ഗണപതിയുടെ സ്ഥാനം ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം നമ്മളിൽ എല്ലാവരും ഗണപതി തത്വമുണ്ട്. ഈ ഗണപതിയുടെ സ്ഥാനം ഈ പറഞ്ഞ മൂലാധാരമാണ്. മനസ്സിലായില്ലേ? ഗണപതിയെ ഉണർത്തുക എന്ന് പറയും. മൂലാധാര സ്ഥിതനാണ്. നമ്മുടെ ഈ ബ്രെയിനേക്കാൾ ഒരു മനുഷ്യന്റെ ശരീരത്തിനെ നിയന്ത്രിക്കപ്പെടുന്ന ഒന്നാണ് സുഷുമ്ന നാഡി. ആ സുഷുമ്ന നാഡി മധ്യഭാഗത്ത് നിൽക്കുകയും അതിനെ ചുറ്റി കിടന്നുകൊണ്ടിങ്ങനെ ഏണിയുടെ കണക്കിങ്ങനെ ക്രോസ് ചെയ്ത് 2 നാഡികൾ വരും. നിങ്ങൾ ഈ ഡോക്ടർമാരുടെ എംബ്ലം കണ്ടിട്ടുണ്ടോ? ഡോക്ടേഴ്സിന്റെ എംബ്ലം അവർ ചെയ്യുന്ന എംബ്ലം കണ്ടോ? നടുക്കൊരു വടി പോലെ വന്നിട്ട് ഒരു പരുന്നിന്റെ ചെറുത് പോലെ കൊടുത്തിട്ട് അതിനകത്ത് 2 പാമ്പ് ഇങ്ങനെ വന്നിങ്ങനെ നിൽക്കുന്നത്. വാല് ചെവി ഉറപ്പിക്കും. മനസ്സിലായില്ലേ? ഇത് പാമ്പിന്റെ രൂപത്തിൽ ഇതിനെ കൊടുത്തിരിക്കുന്നത്. എന്താ കാരണം? എനർജി സഞ്ചരിക്കുന്ന എപ്പോഴും തരംഗ രൂപത്തിലാണ്. പാമ്പ് സഞ്ചരിക്കുന്ന നേരെയാണോ വളഞ്ഞാണോ? എന്നിട്ട് വല്ല കാര്യമുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അർഹതയുള്ളവന് മാത്രമേ സ്ഥാനത്തേക്ക് എത്താൻ പറ്റാവൂ. അതുകൊണ്ടാണ് അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണം. അതാണ് നമ്മുടെ ഈശ്വരാന്വേഷണം എന്ന് പറയുന്നത്. ആ അറിവിലേക്കുള്ള ഉയർച്ചയ്ക്കാണ്, അതിലേക്കുള്ള പ്രയാണത്തിനാണ് ഈ 2 നാഡികളെ കൊടുക്കാനെന്ന് പറയുന്നത്. തെറ്റ് ചെയ്യാതിരുന്നാൽ പോലെ. തെറ്റ് ചെയ്തോ ചെയ്തില്ലയോ യഥാർത്ഥത്തിൽ കാണുന്നില്ല. ഈ തെറ്റ് ചെയ്തത് കൊടുക്കാനാണെന്നൊരു വാദം വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിലെ കൊച്ചുകുട്ടികളൊക്കെ തെറ്റ് ചെയ്താൽ പ്രായമുള്ളവർ വിളിച്ചിട്ട് ഏട്ട വിളിക്കുമല്ലോ, അല്ലേ? അതുകൊണ്ട് നമ്മുടെ കാലത്ത് തെറ്റ് ചെയ്താലുള്ള ഫലമാണ് ഏട്ട. അല്ല, അത് അവർ ചെയ്തത് നമ്മളൊരു പോസിറ്റീവ് ആക്കി മാറ്റുക. നെഗറ്റീവ് ആവുമ്പോഴേ തെറ്റ് ചെയ്യുന്നത് പോസിറ്റീവ് ആക്കാൻ വേണ്ടി.
നോക്കി ഏത്തവിടുന്ന പാരമ്പര്യം ഉണ്ടായിരുന്നു നമുക്ക്. എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകാൻ പറ്റില്ലെങ്കിൽ പോലും സ്വന്തം വീട്ടിൽ സൂര്യനെ നോക്കി ഏത്തവിടുവാനും ഇല്ലേ? എങ്ങനെ ഏത്തവിടുന്നത്? എങ്ങനെയാ ഏത്തവിടുന്നത്? കഴുത്തി പിടിക്കണം, ചെവിയിൽ പിടിച്ച്, പിന്നെ എങ്ങനെ പറഞ്ഞോ? നമുക്കൊരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ ഒരു ആട്ടുണ്ട്, ഗണപതി പോവാന്ന് വിളിക്കുന്നതാണ്. ഇങ്ങനെ ഒരു ആട്ടാക്കും. ഇങ്ങനെ വരുന്ന ആൾക്കാർ പിന്നെ തമാശക്കൊന്നുമില്ല. നിങ്ങൾ ഇനി അമ്പലത്തിൽ പോയി ശ്രദ്ധിച്ചാൽ മതി. വരുന്ന ആൾക്കാർ ഒരു നല്ല ശതമാനം അവരുടെ ധാരണ ഇങ്ങനെ വെച്ചാൽ മതി എന്നുള്ളതാണ്. ഇതൊന്നും ചില ട്രാൻസ്ഫോമറുടെ പുറകെ കുറിച്ച് എംബ്ലോ ഈ പെട്രോളൊക്കെ കൊണ്ടുവന്ന വണ്ടിയുടെ പോലെ ഒരു എംബ്ലം കണ്ടിട്ടില്ല. ഇങ്ങനെ എന്താ അപകടം? ഗണപതിയെ മുമ്പിൽ പോയിട്ട് കാണിച്ചു. മനസ്സ്, ബുദ്ധി, ജീവാത്മാവ് പരമാത്മാവിൽ ചേരുന്ന അതാണ് ജ്ഞാനത്തിന്റെ സംയോജനം. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ശബരിമല അയ്യപ്പൻ ചിന്മുദ്രയിൽ ഇരിക്കുന്നു എന്ന് പറയപ്പെടുന്നത്. തമോഗുണം, രജോഗുണം, സത്വഗുണം കടന്ന് ഐക്യം, ജീവാത്മാവ് പരമാത്മാവിൽ ചേരുന്നതാണ് ഈ ഒരു തത്വം. നമ്മൾ ചില ചിത്രങ്ങളൊക്കെ കണ്ടില്ലേ? കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് ഈ ശിവഭഗവാനൊക്കെ ധ്യാനത്തിലിരിക്കുമ്പോൾ കാണുമ്പോൾ കൈ ഇങ്ങനെ ഇരിക്കുന്നതിന്റെ സങ്കല്പമാണ്. വെറുതെ ആ രൂപത്തിൽ ചമച്ചതല്ല. അപ്പൊ ഇവിടെ ശരീരം, മനസ്സ്, ബുദ്ധിയെ നിയന്ത്രിച്ച് നമ്മുടെ ജീവൻ പരമാത്മാവിലേക്ക് എത്താൻ അങ്ങനെയുണ്ട്. ഇപ്പൊ ഇടത് കൈയാണ് മുമ്പിൽ, വലത് കാലം മുമ്പിൽ വേണം, ക്രോസ് ചെയ്ത് വെക്കും. അതായത് ശരീരത്തിന്റെ ഈ ഇത്രയും ഭാഗത്തെ മർദ്ദത്തിലേക്ക് കൊണ്ടുവരണം, വലിഞ്ഞു മുറുക്കുകയാണ്. കാര്യം കൈയൊക്കെ ഫ്രീ ആയിട്ട് ഇടുന്ന ജ്യൂസാണ് അല്ലേ? അതിന് പകരം അത് വെച്ചു, കാല് വെച്ചു. അപ്പം ഈ ഭാഗം മർദ്ദം. എന്താ? ഇവിടെയാണ് ഈ 6 പടിയുള്ളത്. ഇവിടെ തൊട്ട് ഇവിടം വരെയാണ്. മുമ്പേ പറഞ്ഞല്ലോ, ഈ അരക്കെട്ട് തൊട്ട് മുകളിലോട്ടാണ് 6 പടിയുള്ളത്. ബാക്കി അവയവങ്ങളാണ്. ശരീരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അരക്കെട്ട് തൊട്ട് ബാക്കിയുള്ളതിനെയാണ് ശരീരം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്തുള്ള ഈ 6 പടിയെ ഉത്തേജിപ്പിക്കലാണ്. ഇനി അത് കഴിഞ്ഞാൽ എങ്ങനെ ഏർപ്പെടേണ്ടത്? അതല്ല, നേരെ താഴേക്ക് എഴുന്നേക്കണം. മനസ്സിലാവുന്നുണ്ടോ? മുന്നോട്ട് കുഞ്ഞാൽ ഈ 6 പടിയിൽ ഇതിന്റെ മർദ്ദം ഉണ്ടാവില്ല, വായുവിന്റെ മർദ്ദം ഉണ്ടാവില്ല. അപ്പൊ താഴേക്ക് നമ്മൾ കസേരയിലേക്കൊക്കെ ഇരിക്കില്ലേ, അതേപോലെ താഴേക്ക് ഇരുന്ന് കൈയുടെ മുട്ട് കാൽമുട്ട് വരെ എത്തുന്ന രീതിയിൽ ഏറ്റവും ഭംഗിയുണ്ടെങ്കിൽ നിലത്ത് മുട്ടിച്ചാൽ അത്രയും ഭാഗം. അത്രയൊക്കെ ആവുന്ന വളരെ കുറച്ച് നാളെ ചിന്തിക്കണം. ഇല്ലെങ്കിൽ കസേരയിൽ ഇരിക്കുന്നത് താഴേക്കണം. അമരുന്ന സമയത്ത് ഈ 6 ചക്രങ്ങളും അമർന്ന് നിവരും. ആ സമയത്ത് നമ്മൾ താഴേക്ക് ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ശ്വാസം പുറത്തേക്ക് എന്തായാലും വിടത്തില്ലേ? കാര്യം ശരീരം ചുരുക്കുമ്പോൾ എന്ത് ചെയ്യും? ശ്വാസം പുറത്തേക്ക് പോകും. നുവരുമ്പോഴാണ് ശരീരത്തെ ശക്തിപ്പെടുത്തുന്നത്. എല്ലാ ഭാഗത്തേക്കും, ശരീരത്തിന്റെ എല്ലാ ഭാഗത്തിലേക്കും നല്ല പ്രാണവായു കടത്തുകയും നല്ല ആലസ്യം, മടി എല്ലാം നമ്മളിൽ വിട്ടുമാറും. അതുകൊണ്ടാണ് ഏത്തത്തിന് ഒരു കണക്ക് വെച്ചിട്ടുണ്ട്. 7:21 കണക്ക് വെച്ചിട്ടുണ്ട്. ഒരു 21 ഏത്തൻ ഗണപതിയുടെ മുമ്പിൽ നിത്യേന നിങ്ങൾ ഇട്ട് ശീലിച്ചു നോക്കേ, ഒരു 90% രോഗങ്ങൾ നിങ്ങളിൽ നിന്ന് മാറിയിരുന്നു. മനസ്സിലായിരുന്നു? പണ്ടത്തെ ഒരു വീട്ടുകാർക്കും ഇല്ലായിരുന്നു പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഇത്രയൊന്നും ഉണ്ടായിരുന്നു. ഉണ്ടോ? ഇന്നത്തെ കാലം ചക്കയും ചീനിയും പഴമീനിയും കഴിഞ്ഞ് ജീവിച്ചു. ഷുഗർ വില കാണില്ല. പക്ഷെ അവർക്ക് ജീവിതശൈലി രോഗങ്ങളില്ലായിരുന്നു. എന്താ കാരണം? ജീവിതത്തിന്റെ ആചരണത്തിന്റെ പ്രാധാന്യമാണ്. അപ്പൊ ഏത്തവിളക്ക് നിസ്സാരമല്ല. ഉണ്ടോ ഇല്ലയോ? എന്നിട്ട് എന്തേ ഈശ്വരനെ തപസ് ചെയ്ത് പ്രസാദപ്പെടുത്തി ഒരു അസുരനും നേരെയാവാത്തത് എന്താ കാരണം? നമ്മുടെ വിശ്വാസം അനുസരിച്ച്, നമ്മളെ സാധാരണ വിശ്വാസം അനുസരിച്ച് ഭഗവാനെ ദർശിച്ചാൽ അല്ലേ സർവവിധമായ അജ്ഞാനവും നീങ്ങുമെന്നല്ലേ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അസുരന്മാരൊക്കെ ഭഗവാനെ ദർശിച്ചിട്ട് പിന്നെയും തെറ്റ് ചെയ്തതുകൊണ്ടാണ്. ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വരം നേടിയ ആളാ. ശുംഭനിശുംഭന്മാര് ഭഗവാനെ തപസ് ചെയ്ത് വരം നേടിയിട്ടുള്ള ആൾക്കാരാണ്. ദേവിയുടെ കൈകൊണ്ട് മരണപ്പെടുന്നത്. ത്രിപുരന്മാര് സാക്ഷാത് ശിവഭക്തന്മാരായിരുന്നു. ഒറ്റ കാരണമോ, ഈശ്വരൻ ദർശിക്കുന്നതിനേക്കാൾ ഉപരി ആ ദർശിക്കുന്ന സമയത്ത് നമ്മളിൽ ഏത് മനോഭാവമാണുള്ളത് അത് വർദ്ധിക്കത്തേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഈശ്വരന്റെ അനുഗ്രഹം വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഏത് മനോഭാവമില്ല. അതുകൊണ്ടാണ് മനഃശുദ്ധിയാണ് പ്രധാനം. അപ്പൊ മനസ്സ് ശുദ്ധമായിട്ട്, അതുകൊണ്ടാണ് നാമജപം ക്ഷേത്രത്തിൽ എന്ന് പറയപ്പെടുന്നത്. ആ നമ്മുടെ മനോഭാവമാണ് വർദ്ധിക്കുന്നത്. അസുരന്മാര് ഭഗവാനെ തപസ് ചെയ്യും, പ്രസാദിപ്പിക്കും. പക്ഷെ അസുരന്മാരുടെ മനോഭാവത്തിൽ എന്താ? ക്രൂരതയാണ്. അതുകൊണ്ട് അവർ ക്രൂരന്മാരായി മാറും. ദേവന്മാര് ഋഷീശ്വരന്മാർ. അപ്പൊ ഈ ഒരു മനസ്സിനെ തന്നെ കറക്റ്റ് ചെയ്തുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. അപ്പൊ ഇവിടെ ഗണപതിയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ആലസ്യവും മടിയും ഒക്കെ മാറിയില്ലെങ്കിൽ, ഈ ആലസ്യവും മടിയും ഒക്കെ കൊണ്ടാണ് നമ്മൾ ബാക്കി ഓരോ ദേവനെത്തി എന്നാലും വർദ്ധിക്കുന്ന ഏതായിരിക്കും?
മനസ്സിലായോ? ആലസ്യം മടിയുമാണ്. അതുകൊണ്ട് അതിനെ ഉപേക്ഷിക്കണം. കാരണം എന്താ? ശരീരത്തിനൊരു വലിയ വ്യായാമ പ്രക്രിയ, നല്ല പ്രാണന്റെ പറഞ്ഞു, മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അനുഷ്ഠാനം ചെയ്യുന്നത്. ഇതേ ഗണപതിക്ക് മുമ്പിൽ നമ്മൾ കറുകയുടെ മാല ഇടാറുണ്ടല്ലേ? എന്തിനാ ഗണപതിക്ക് കറുകമാല ഇടുന്നത്? എന്തിനാ ഗണപതിക്ക് കറുകമാല ഇടുന്നത്? എന്തിനാ? എന്തിനാ? മുമ്പേ പറഞ്ഞ അപ്പനും ഇട്ടു, അമ്മ ഇട്ടു, ഞാൻ ഇട്ടു. പിന്നെ തിരുവേണ്ടി നമ്മളെ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ തല്ലിയാലും തല്ലിയാലും ചവിട്ടിയാലും ഞാൻ ചിന്തിക്കില്ലെന്ന് പറഞ്ഞാൽ എന്തിനാണ്? എന്തിനാണ് ഗണപതി കറുകയുടെ മാല? നമ്മൾ സ്വയം കണ്ടെത്താൻ പരിശ്രമം. ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെയും കൂടെ ചിന്തിക്കണം. ശരി, നമ്മുടെ ഈ ആചാരങ്ങളെ കുറിച്ച് സൂചിപ്പിച്ച സമയത്ത് അത് പറഞ്ഞതാണ്. അപ്പൊ അഹം, അതുപോലെ തന്നെ ബുദ്ധി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ ഒരു ഭാവത്തിലാണ്, 4ആയിട്ടാണ് അന്ധകരണം നിൽക്കുന്നത്. ആ 4 കൂടി ചേരുന്ന, അങ്ങനെ 24 കാലമാകുന്ന വിശേഷം, അതും കൂടി ചേരുന്ന 25 തത്വത്തിലാണ് ഈ പ്രപഞ്ചം നിൽക്കുന്നതെന്ന് കപിലൻ ആരോട് പറഞ്ഞു? അമ്മയോട് പറഞ്ഞു. ആ അമ്മയോട് പറയുന്നു, ഒരമ്മയുടെ ഉദരത്തിൽ എങ്ങനെയാണ് ഒരു ബീജം രചിക്കപ്പെട്ടിട്ടുള്ളത്. ശരി, ഇത് കഴിഞ്ഞിട്ട് തൊട്ടു പുറകിൽ നമ്മൾ കാണാൻ സാധിക്കുന്ന ചരിത്രം എന്ന് പറയപ്പെടുന്ന ദക്ഷയാഗമാണ്. ഇന്നലെ സൂചിപ്പിച്ചു. ഈ കപിലന്റെ പാദത്തിൽ അച്ഛൻ നമസ്കരിച്ചു എന്നത് ഒരു തരത്തിൽ ബാഹ്യമായി ചിന്ത ശാസ്ത്രവിരുദ്ധമാണ്. പക്ഷെ ഈശ്വരൻ എന്നുള്ള ഭാവം കണ്ടതുകൊണ്ടാണ് അവിടെ നമസ്കരിച്ചതെന്ന് സൂചിപ്പിച്ചു. അപ്പൊ അതിനെ ഒന്നുകൂടി ഉറപ്പിക്കാൻ, നമുക്കൊരു സംശയം വരാതിരിക്കാൻ വ്യാസൻ തൊട്ടു പുറകിലേക്ക് ചരിതം പറഞ്ഞു. ദക്ഷയാഗത്തിന്റെ ചരിതം പറഞ്ഞു. ദക്ഷയാഗത്തിന്റെ ചരിതം എന്താ? ദക്ഷന്റെ പുത്രിയാണ് സതി. വന്നു ചേർന്നു സതിയായി. ആ സതിയായി ജന്മമെടുക്കുന്ന സമയത്ത് തന്നെ ആ ദേവി പറഞ്ഞിരുന്നു, ഏതെങ്കിലും തരത്തിൽ എന്നെ അവഹേളിച്ചാൽ ഞാൻ ഈ ശരീരം വിട്ടു പോകും എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അങ്ങനെ ദക്ഷൻ ആ മകൾക്ക് ജന്മം കൊടുത്ത് വളർത്തുന്ന സമയത്ത് ഇവിടെ ദക്ഷനോട് ബ്രഹ്മദേവൻ ആവശ്യപ്പെട്ടു, സതീദേവി ആർക്ക് വിവാഹം ചെയ്തു കൊടുക്കണം? ശിവന് വിവാഹം ചെയ്തു കൊടുക്കണം. ഇവിടെ ബ്രഹ്മാവിന്റെ പുത്രനാണ് ദക്ഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ തന്റെ പിതാവ് പറഞ്ഞ വാക്കിനെ അനുസരിച്ചും അതുപോലെ തന്നെ ശിവഭഗവാനിലേക്ക് എത്തിച്ചേരേണ്ടതാണ് സതി എന്നുള്ള നേരത്തെ അറിയാമെങ്കിലും ആ ഭാവത്തോടു കൂടി തന്നെയാണ് ദക്ഷൻ ആർക്ക് വിവാഹം ചെയ്ത് കൊടുത്തത്? ശിവഭഗവാന് വിവാഹം ചെയ്ത് കൊടുത്തു. ഈ വിവാഹം ഒക്കെ കഴിഞ്ഞു. പക്ഷെ ദക്ഷന് അത്ര കണ്ട് അങ്ങോട്ട് ആരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല ശിവനെ. കാരണം എന്താ വെച്ചാല് ദക്ഷൻ സർവാലങ്കാരത്തോടുകൂടി രാജാവായിരിക്കുന്ന ആളാണ്, അധികാരത്തിൽ. കാരണം ഈ പ്രജാപതി എന്നൊരു സ്ഥാനത്തിരിക്കുന്ന ആളാണ് ദക്ഷൻ. ഈ സ്ഥാനത്തിരിക്കുമ്പോ അധികാരങ്ങൾ പലരെയും ദുഷിപ്പിക്കാറില്ല. ഉണ്ടോ ഇല്ലയോ? എത്ര നല്ല വ്യക്തിയാണെങ്കിലും ആ വ്യക്തി മനോനിയന്ത്രണമില്ലെങ്കിൽ അയാളെ ആ സ്ഥാനം എന്ത് ചെയ്യും? ദുഷിപ്പിക്കും. ഇല്ലേ? ശരിയല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കണ്ടില്ലേ, നമ്മുടെ കയ്യും കാലും ഒക്കെ പിടിച്ച് ചേച്ചി, മാമ, അണ്ണ, കൊച്ചെ എന്നൊക്കെ വിളിച്ച് മൂക്കള വരെ പിടിച്ച് ജയിച്ച് MLA ആയി മന്ത്രിയായി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളാണോ വല്ല അവരാണോ? മനസ്സിലാകുന്നുണ്ടല്ലോ. ഇലക്ഷൻ വരുമ്പോ ആരാ വരുന്നത്? വീട്ടിൽ വന്ന് 90 വയസ്സ് കഴിഞ്ഞ് അമ്മൂമ്മയുടെ താടിയിലൊക്കെ പിടിച്ചൊരു കുരുക്കൊണ്ട് പല്ലൊക്കെ പോയോ? ചക്കര ഉമ്മയൊക്കെ കൊടുത്തിട്ടാ പോകുന്നത്. പിന്നെ ചക്കരയില്ല, തേയിലില്ല, പഞ്ചസാരയില്ല, കേട്ടോ. ഇതാണ് അധികാരത്തിന്റെ ഒരു പ്രത്യേകത. അധികാരത്തിലെത്തി കഴിഞ്ഞാൽ പിന്നെ മിന്നായം പോലെ പോലും കാണാൻ കിട്ടില്ല, കേട്ടോ. പിന്നെ അവരെ നമ്മൾ സാറേ വിളിക്കും. ശരിയല്ലേ? ആണോ അല്ലയോ? അപ്പൊ ഇതാണ്. അപ്പൊ ദക്ഷനും ഇത്തരമൊരു ഈ അധികാരം ഒരു ഗർവിനെ വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പൊ ഏത് സ്ഥാനത്തിരിക്കുന്നവരും ആ ഗർവ് വർദ്ധിച്ചാലുണ്ടാകുന്ന ദുഃഖത്തിനും ദക്ഷയാകുന്ന ഒരു ഉത്തരമാണ്. മനസ്സിലായോ? അഹങ്കാരം ഏതേത് മേഖലകളിൽ വന്നാലും അതിന്റെ അധപ്പതനത്തെ നമ്മളെ പഠിപ്പിക്കണം. അപ്പൊ ദക്ഷൻ സതിയെ വിവാഹം കഴിച്ചു കൊടുത്തു. അതിനുശേഷം ഇങ്ങനെ അവർ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു യാഗവേദിയില്, ആ യാഗവേദിയിൽ വെച്ച് എല്ലാവരും സന്നിഹിതരായിരിക്കുന്ന സ്ഥലത്തേക്ക് ദക്ഷൻ ഇങ്ങനെ വരികയാണ്. അപ്പൊ പ്രജാപതി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെ മുഴുവൻ ഭരിക്കുന്ന ആളാണ്. അപ്പൊ ഭരിക്കുന്ന ആൾക്കാർ നേരത്തെ വരുമോ താമസിക്കുമല്ലോ? എപ്പോഴും ലേറ്റായിരിക്കുമല്ലോ. എല്ലാവരും വന്നിട്ടല്ലേ വരുള്ളൂ. അത് പണ്ടും ഇന്നും എട്ട കാലത്തും ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വന്നിരുന്ന സമയത്ത് വന്നു. ഈ വരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും എഴുന്നേറ്റു, ബഹുമാനം കൊണ്ടും എഴുന്നേറ്റു. ചിലരൊക്കെ നമസ്കരിച്ചു. 2 പേര് മാത്രമേ എഴുന്നേറ്റില്ല. അതിൽ ഒന്ന് ബ്രഹ്മാവാണ്, ഒന്ന് ശിവനാണ്. അപ്പൊ ഇവിടെ ബ്രഹ്മാവ് എഴുന്നേക്കാത്തതിന് ദക്ഷൻ നീരസമൊന്നും തോന്നിയില്ല.
എന്താ കാരണം? തന്റെ പിതാവാണ്. പക്ഷെ ശിവൻ എഴുന്നേൽക്കാത്തതിന് നീരസം തോന്നി. മഹാദേവൻ എന്ന സങ്കല്പത്തിൽ കാണാതെ എൻ്റെ മകളുടെ ഭർത്താവ് എന്ന മരുമകൻ എന്ന സങ്കല്പത്തിൽ താഴേക്ക് കൊണ്ടുവന്നു ശിവനെ. മനസ്സിലാവുന്നുണ്ടോ? ഒരു വ്യക്തിയിൽ രണ്ട് ഗുണങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഏത് ഗുണത്തെ ആയിരിക്കും ആദ്യം കാണുന്നത്? ഉന്നതമായ ഗുണത്തെയല്ലേ കാണേണ്ടത്. ഒരു വ്യക്തി നല്ലതുപോലെ പടവും വരയ്ക്കും എന്ന് വെക്കുക. നമ്മൾ അയാളെ പരിചയപ്പെടുത്തുമ്പോൾ എന്താ പറയുന്നത്? ആദ്യം പരിചയപ്പെടുത്തുന്നത് എന്തായിരിക്കും? പടം വരയ്ക്കുമെന്നാണോ പാടുമെന്നായിരിക്കുമോ? പാടും. ഏറ്റവും ഉയർന്ന ഗുണത്തെ ആദ്യം നമ്മൾ കാണും, ഇല്ലേ? ഏറ്റവും ഉന്നതമായ ഗുണത്തെ കാണുമ്പോൾ കുറവുള്ള ഗുണത്തെ, അല്ലെങ്കിൽ ഗുണമില്ലെങ്കിൽ പോലും ദോഷത്തെ നമുക്ക് അവഗണിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളൊക്കെ പറഞ്ഞില്ലേ, എത്ര മുള്ളു നിറഞ്ഞതാണെങ്കിലും റോസാ ചെടി നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് തന്നെ കൊണ്ടുവയ്ക്കുന്നത്. അത് വേലിയിലാണ് നോക്കുന്നത്. എന്താ കാരണം? അനേകം മുള്ളുകളുണ്ടെങ്കിലും അതിൻ്റെ ആ പൂവിൻ്റെ സൗന്ദര്യത്തെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആ മുള്ളുകളെ നമ്മൾ വിസ്മരിച്ചു പോകും. ഇതൊരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സ്വഭാവ രൂപീകരണത്തിൽ ഉണ്ടാകേണ്ട ഒരു കാഴ്ചപ്പാടാണ്. മറ്റുള്ളവരുടെ കുറവിനെ കാണലല്ല നമുക്ക് അഭികാമ്യം, മറ്റുള്ളവരുടെ നന്മയെ കാണാൻ നമ്മൾ പഠിക്കണം. മറ്റുള്ളവരുടെ നന്മയെ കാണാനാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ മറ്റുള്ളവരുടെ കുറവ് ഒരിക്കലും നമ്മുടെ മുന്നിൽ കടന്നുമില്ല, തടസ്സമാവില്ല. അതിനർത്ഥം മനസ്സിലായോ? ഒരു കഥ കേട്ട് പരിചയമുള്ളൊരു കഥ പറയുകയാണെങ്കിൽ, ഒരു കഥയിൽ ഒരിക്കൽ ഈ ദുര്യോധനന്റെ അടുത്തും ധർമ്മപുത്രരുടെ അടുത്തും ദ്രോണാചാര്യര് പറഞ്ഞു, ഈ ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട വ്യക്തിയെ കണ്ടുപിടിച്ചുകൊണ്ടാണ്. അപ്പൊ ഈ കാര്യം പറഞ്ഞിട്ട് അവരെ യാത്രയാക്കി. അപ്പം ആ കാര്യത്തിന് വേണ്ടിയിട്ട് യാത്രയാക്കിയ സമയത്ത് അവിടെ ദുര്യോധനൻ ഓരോ ആൾക്കാരെടുത്ത് പോയിട്ട് തിരിച്ചു വന്ന് പറഞ്ഞു, ഒരുപാട് ആൾക്കാരെ കണ്ടുപിടിച്ചു വന്നു. കിട്ടിയവരെല്ലാം അവിടെ കൊണ്ടു. കാരണം എല്ലാവരിലും എന്തെങ്കിലും ഒരു കുറവായി കണ്ടു ദുര്യോധനൻ. ധർമ്മപുത്രന് തിരിച്ചു വന്നപ്പോൾ ആരുമില്ല കൂടെ. ചോദിച്ചപ്പോൾ പറഞ്ഞത്, എല്ലാവരിലും എന്തെങ്കിലും ഒക്കെ ഗുണമാണ്. മനസ്സിലാവുന്നു? ഒരാളിനെ പോലെ ദോഷമുള്ളതായി കാണാൻ സാധിച്ചില്ല. അങ്ങനെ നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ ദോഷമുള്ള ഒരാൾ ഞാൻ തന്നെയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ ഇത് മനസ്സിന്റെ വ്യത്യാസമാണ്. മറ്റുള്ളവരുടെ നന്മയെ കാണുമ്പോഴാണ് നമ്മൾ നല്ല ആളായി മാറുന്നത്. മറ്റുള്ളവരുടെ കുറ്റം കാണുമ്പോൾ ആ കുറ്റം കാണാൻ പോകുന്നത് നമ്മളാണ് ഏറ്റവും വലിയ കുഴപ്പക്കാരൻ. അപ്പൊ ഇവിടെയും നമ്മൾ ആ ഒരു തരത്തിൽ നമ്മൾ ചിന്തിക്കണം. ദക്ഷൻ ഉന്നതമായ ചിന്തയായിരുന്നു ചിന്തിച്ചത്. ഈ ശിവനെ ആരായി കാണുമായിരുന്നു? മഹാദേവനായി കാണുമായിരുന്നു. ആ ചിന്തയിൽ ചിന്തിക്കാതെ ആ മഹാദേവനെ മരുമകനായി കണ്ടു, താഴ്ത്തി കണ്ടു. മനസ്സിലായില്ലേ? പുതിയ താഴ്ത്തി. അതുകൊണ്ട് ആരെ അപ്പൊ പരിഹസിച്ചു? ശിവനെ പരിഹസിച്ചു. അതായത് അമംഗളൻ, അല്ലേ? ശിവൻ അങ്ങനെ ഒരു തത്വമുണ്ട്. മംഗളനുമാണ് ശിവൻ, അമംഗളനുമാണ്. ശിവൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ശിവൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഈശ്വരോ ലക്ഷ്മി. ശിവൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? മംഗളം. മനസ്സിലായില്ലേ? മംഗളൻ എന്നാണ് ഏറ്റവും ശ്രേഷ്ഠൻ. കാരണം മംഗളശിവൻ. അതേ ശിവനെ തന്നെ അമംഗളൻ എന്ന് വിളിക്കുന്നുണ്ട്. കാരണം എന്താ? അമംഗളവും മംഗളവും രണ്ടും ഭഗവാന്റെ ഭാവം തന്നെയാണ്. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അധികം ഈശ്വരനാണെങ്കിൽ ഏറ്റവും അമംഗളമായതും മംഗളമല്ലാത്തതും മംഗളമായതും ആര് തന്നെയാണ്? ഈശ്വരൻ തന്നെയാണ്. ഈശ്വരന് ഭക്ഷണം വരുന്നത് രണ്ടും ഭഗവാൻ. അതുകൊണ്ടാണ് ശിവനയുടെ അമംഗളം എന്ന് വെച്ചാൽ സുതലഭസ്മല്ലേ പുരുഷന്, അല്ലേ ഭഗവാൻ? അതോ പിന്നെ പുലിത്തോല്, മരത്തോല്, അല്ലേ? അത് കഴിഞ്ഞാൽ കരുതി പാമ്പിനെയാണ് ആഭരണമായിട്ട് പിടിച്ചിട്ടിരിക്കുന്നത്. ഇതൊക്കെ ഉടുത്തിട്ട് നടക്കുന്ന വൃത്തിയില്ല, കുളിയില്ല, ജപമില്ല, ഒന്നുമില്ല. ശിവനെ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ദക്ഷൻ കുളിയില്ല, ജപമില്ല, ചുടലഭസ്മവും വാരി പൂശി നടക്കുന്ന നീ ഇന്ന് ധിക്കാരമാണ് കാണിച്ചതെന്ന് ചൊല്ലി ശിവനെ അധിക്ഷേപിച്ചു. ശിവൻ തിരിച്ചു മറുപടി ഒന്നും പറയാൻ പോയില്ല. എന്താ കാരണം? ഭാര്യയുടെ പിതാവ് കൂടിയാണ്, അല്ലേ? ബ്രഹ്മദേവന്റെ പുത്രനാണ്, പ്രജാപതിയാണ്. അപ്പം ശിവൻ നേരെ തിരിച്ച് അദ്ദേഹത്തെ മാനിച്ചു. അവിടെ വിട്ടുപോയി. ആ സ്ഥലത്തിൽ നിന്നില്ല, അവിടെ വിട്ട് ശിവൻ അവിടെ വിട്ടു പോവുകയും ചെയ്തു. ഈ സമയത്ത് നന്ദിയും ദക്ഷനുമായി തർക്കമായി. ദക്ഷനെ നന്ദി ശപിച്ചു. നീ മൃഗശിരസുള്ളവനായി മാറട്ടെ എന്ന് പറഞ്ഞു. എന്താ? നിനക്ക് ഉന്നതമായ മനുഷ്യ ശിരസിരിക്കാൻ യോഗ്യതയില്ല. കാരണം ബുദ്ധിയുടെ ശിരസ് ഉപയോഗിക്കാൻ നിനക്ക് സാധിച്ചില്ല. നീ ബുദ്ധിയെ താഴ്ത്തി കണ്ടതുകൊണ്ട് മൃഗശിരസ്. അതാണ് ദക്ഷന് പിന്നീട് മൃഗത്തിന്റെ തലയൊക്കെ വരുന്ന രഥം. അങ്ങനെ ശപിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ നിങ്ങൾ അലഞ്ഞു ചെയ്യുന്ന ഭൂതഗണങ്ങളായി പോകുന്ന ശിവന്റെ അഞ്ജലന്മാരെ ദക്ഷൻ ശപിച്ചു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെല്ലുവിളിച്ചവരൊക്കെ പിരിയും. അങ്ങോട്ടും ഇങ്ങോട്ടും തിരികെയായി. ഇവിടെ പറഞ്ഞു വന്നപ്പോൾ അതിനകത്ത് ഒരു കാര്യം കൂടി എന്ന് പറയാം. ഇവിടെ ശിവനുണ്ടല്ലോ, അല്ലേ? ശിവഭാവ പടിഞ്ഞാറ് ദർശനത്തിൽ ശിവൻ. നമ്മൾ സാധാരണ ഒരു മരക്കും വീട്ടിൽ പോയിട്ട് വന്ന വീട്ടിൽ കയറുമോ? വിളിക്കാതെ കയറുമോ?
നമ്മൾ ഒരു ചുടുകാട്ടിൽ പോയിട്ട് വന്നപ്പോഴേക്കും അത് വീട്ടിൽ പോകും. നമ്മൾ അമ്പലത്തിൽ പോവുമോ? അങ്ങനെയാണെങ്കിൽ ചുടുകാട്ടിന്റെ ഭസ്മം പൂശി ശിവനെങ്ങനെ അമ്പലത്തിനകത്തിരിക്കുന്നത്? ഇന്ന് ഒരാളോട് ചിന്തിച്ചിട്ടുണ്ടാവുന്നു. ചുടലഭസ്മമാണല്ലോ പൂശിട്ടുള്ളത്. അപ്പൊ ചുടുകാട്ടിലെ മൃതശരീരം കത്തിച്ച ഭസ്മം പൂശിട്ട് ശിവൻ എങ്ങനെയാണ് അമ്പലത്തിനകത്തിരിക്കുന്നത്? എങ്ങനെയാണ്? ആരമ്മ പഞ്ചന്റെ മഹാരാജാവ് ആണല്ലോ. പക്ഷെ ചുടുകാട് ചുടുകാട് തന്നെ ഇല്ലല്ലോ. കേരളമാവെന്ന് വെച്ചാലും കോമളഞ്ഞേട്ടൻ വെച്ചാലും പായസം എന്നാണല്ലോ. ചുടുകാട്ടിന്റെ വസ്തു കുറിച്ചിട്ട് എന്തായിരിക്കുന്നത്? നമ്മുടെയൊക്കെ ചിന്തകൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് വരണം. ആ വിഷയങ്ങളിലേക്ക് ഇങ്ങനെയുള്ള ചിന്ത, ജിജ്ഞാസ ഉണ്ടാവണം. ശ്രദ്ധാവാൻ ലഭതയാണ്. ജിജ്ഞാസയുള്ളവർക്ക് മാത്രമേ അറിവിനെ നേടാൻ സാധിക്കൂ. മനസ്സിലായില്ല? ജിജ്ഞാസ എപ്പോഴും വേണം. നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ജിജ്ഞാസയെ നശിപ്പിക്കലാണ്. നമ്മുടെ വീട്ടിലെ കൊച്ചു കുട്ടികളെ നമ്മുടെ അമ്പലത്തിലുണ്ട്. കുട്ടികളെ അമ്മ അതുണ്ടായിട്ടെന്താ ഇന്നിങ്ങനെയാണെന്ന് ചോദിക്കും. നമ്മളിപ്പോൾ ചെയ്യുന്ന ശീലം എന്താ? മിണ്ടാതിടാ, മോശമില്ല ഇല്ലേ? ആരെങ്കിലും കേക്ക് പറഞ്ഞ പിന്നെ കൂടുതൽ പറഞ്ഞാൽ ഇതുകൊണ്ടാണ് നിന്നെ കൊണ്ടുവരുന്നത്, ഇനി പേര് കൊണ്ടുവരുന്നത്, കൊച്ചു പിന്നെ കൊണ്ടുവരുന്നോണ്ട് മിണ്ടാതിരിക്കും. ഇല്ലെങ്കിലോ അതിനപ്പുറത്തേക്ക് ഒരു ചോദ്യം വെച്ചാൽ പറയും ചെറിയ വായിലാണോ വൈദ്യുതി തർക്കത്തിനെ പറയുന്നത്, ചെവിക്ക് പിടിച്ചിട്ട് അറിവുള്ളതാണ്. അതോടുകൂടി ആ കുഞ്ഞിന്റെ അറിയാനുള്ള താല്പര്യത്തെ നമ്മൾ നശിപ്പിക്കലാണ് ചെയ്യുന്നത്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. നമുക്ക് അറിയുമെങ്കിൽ പറഞ്ഞു കൊടുക്കുക. ഇല്ലെങ്കിൽ മോനെ എനിക്കത് അറിയില്ല, അറിയാവുന്ന ആരെങ്കിലും നമുക്ക് ചോദിക്കാം. ഇത് പറഞ്ഞു കൊടുക്കുക വേണ്ടത്. അവൻ അറിയാനുള്ള ആകാംക്ഷയാണ്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുക. ദൈവഭയം കിട്ടും ഇല്ലേ? അങ്ങനെ ചോദിക്കരുത്. ദൈവഭയം അത് ഈ ദൈവത്തിന്റെ കോപം കിട്ടും. അതൊക്കെ പാടില്ല. ഇപ്പൊ നമ്മുടെ മുഴുവൻ പ്രശ്നം ദൈവഭയമാണ്. യഥാർത്ഥത്തിൽ ദൈവഭയം വേണോ വേണ്ടേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ജീവിതത്തിൽ ദൈവഭയം വേണോ വേണ്ടേ? അതിനും പറഞ്ഞിരിക്കുന്നു. വേണോ വേണ്ടേ? വേണം. നമ്മുടെ വീട്ടിലെ കൊച്ചുങ്ങളെ വരെ നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ലേ ദൈവഭയം വേണമെന്നോ? അല്ലേ? ശുദ്ധ വിഡ്ഢിത്തരമാണ്. ഹിന്ദുവിന്റെ അടിസ്ഥാന ശാസ്ത്രത്തിൽ ദൈവഭയം എന്നത് ശുദ്ധ വിഡ്ഢിത്തരമാണ്. ഇത് മറ്റു ചില മതക്കാർ പ്രചരിപ്പിച്ച ദൈവഭയം എന്ന് അവർ പ്രചരിപ്പിച്ച് കേട്ട് നമ്മുടെ എന്താണ് അന്യന്റെ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ആരുടെയും നമ്മുടേതാണെന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ട് അതാണ്. ഭയം എന്ന് പറയുന്നത് ജീവിതത്തിൽ ആദ്യം ഒഴിവാക്കേണ്ട ദുർഗുണമാണ്. എങ്ങനെയാണെന്ന് നമുക്കൊന്നും ചിന്തിക്കാം. നിങ്ങളുടെ വീട്ടിലൊരു പശു ഉണ്ടെന്ന് വെച്ചു. നിങ്ങൾക്ക് ഈ പശുവിനെ ഭയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ശാന്തമായിട്ട് അതിൻ്റെ അടുത്ത് പോയി നിൽക്കാൻ പറ്റുമോ? മനസമാധാനത്തോടെ നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. നിങ്ങളെ വീട്ടിൽ വളർന്ന ഒരു പട്ടിയുണ്ട്. ആ പട്ടിയെ നിങ്ങൾക്ക് ഭയം ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് പോയി നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. ഇനി നിങ്ങളെ വീട്ടിൽ വളർന്നൊരു കോഴിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കൊത്തുന്ന സ്വഭാവം ഉള്ളതാണ്. അപ്പൊ അതിനെ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അടുത്ത് വന്നാൽ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവഭയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭഗവാൻ അടുത്ത് പോയി ചേർന്ന് നിൽക്കാൻ പറ്റുമോ? അതിന് അർത്ഥം മനസ്സിലായോ? ആ ഭഗവാനോട് ചേരാനല്ലേ നമ്മൾ ഭക്തി? അതോ ഭഗവാനെ പേടിച്ച് ദൂരത്തിക്കാനാണോ? ആണോ? അല്ല. ഭയങ്ങളില്ലാതാവണം. അതിനാണ് ക്ഷേത്രത്തിൽ പറയലേ അഭയപ്രദായിനിയായ അമ്മ മഹാമായ എന്നൊക്കെ കേൾക്കുന്നില്ലേ? ഈ അഭയം എന്ന് പറഞ്ഞാൽ ദുഃഖം വരുമ്പോൾ അടുത്ത് പിടിച്ചെത്തി പോട്ടുമോനെ കുഴപ്പമില്ല ചക്കരയില്ലേ ഉമ്മയിൽ ഇത് പറയുന്നതല്ല അഭയം എന്ന് പറയണത്. യഥാർത്ഥത്തിൽ അഭയം എന്ന് പറയുന്നത് ഭയമില്ലാതാക്കുന്നവളാരോ അവളാണ് അഭയം. മനസ്സിലാവുന്നുണ്ടോ? ഭയമില്ലാതെയാവണം. ഇവിടെ നമ്മുടെ ശാസ്ത്രങ്ങൾ പഠിക്കാത്തത് കൊണ്ട് വന്നു ചേരുന്ന അജ്ഞാനമാണ് നമ്മളെ ഈ വേട്ടയാടുന്നത്. വളരെ കൃത്യമായി ഭഗവത്ഗീതയില് 16-ാമത്തെ അധ്യായം പുരുഷോത്തമ യോഗം കഴിഞ്ഞ അടുത്ത അധ്യായം ദൈവാസുര സമ്പത്ത് വിമോക്ഷ യോഗം എന്ന് പറയുന്ന 16-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ 3 ശ്ലോകം മാത്രമെങ്കിലും നമ്മുടെ കുട്ടികളെ നമ്മളൊന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അതിന്റെ അർത്ഥം ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അതിനുവേണ്ടി നമ്മളൊന്ന് പഠിക്കുക. ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വേണ്ടിയില്ല. ഒരു ജീവിത പരാജയത്തിലും അവരോട് വീഴില്ല. ഒരു ചെറിയ ദുഃഖം കൊണ്ട് ഒരു ആത്മഹത്യ ചെയ്യുന്ന ഭീരുക്കളായി മാറില്ല. ഒരു ദുശീലത്തിലേക്കോ ഒരു പോലെ വെറും 3
3 ശ്ലോകം, 12 വരിയേ ഉള്ളൂ. അവിടെ വളരെ കൃത്യമായിട്ട് കൃഷ്ണൻ അർജുനനോട് പറയുന്നു 26 ഗുണങ്ങൾ ഉണ്ടാകണം ഒരു വ്യക്തിയില്. എങ്ങനെയാ പറഞ്ഞത് 26 ഗുണം? മനസ്സിലാവുന്നുണ്ടോ? അത് ഏതൊക്കെയാണ്? 3 ശ്ലോകത്തിൽ 12 വരി. ഒന്ന് ചെല്ലിയാൽ കേവലം 1 മിനിറ്റ് തികച്ചു മതി. ഇത്രയും അറിവും ജ്ഞാനവും സമ്പത്തും ഒക്കെ ഉണ്ടായിട്ട് അതൊന്ന് തുറന്നു നോക്കാതെ പത്തായം നിറയെ നെല്ലുകൊണ്ട്, വീട്ടിൽ കലവുണ്ട്, അടുപ്പുണ്ട്, വിറവുണ്ട്, കിണറ്റി വെള്ളമുണ്ട്, എന്നിട്ട് ഞങ്ങളാ വീട്ടിൽ പട്ടിണിയാണെന്ന് പറയുന്ന അവസ്ഥയാ ഇന്നത്തെ ഹിന്ദുവിന്റെ അവസ്ഥ. അതിന്റെ ആശയം മനസ്സിലാക്കണം. എടുത്ത് ഉപയോഗിക്കാനുള്ള ബോധം വേണം. എല്ലാം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉപയോഗിക്കാനുള്ള ബോധം വേണം. ഉപയോഗിക്കാനുള്ള കഴിവില്ലെങ്കിൽ ഏത് അറിവും ഫലമുള്ളതാണോ? ഫലമില്ലാത്തതായി. അവിടെ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഭഗവാൻ. അതിൽ ആദ്യത്തെ ഗുണം ഭഗവാൻ പറയുന്നത് അഭയമാണ്. അഭയം തത്വസംശുദ്ധ ജ്ഞാന യോഗം വ്യവസ്ഥിതി എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത്. അഭയം തത്വസംശുദ്ധി, ദൈവീക സമ്പത്ത് എന്നാണ് അതിനെ അധ്യായത്തിൽ പറയുന്നത്. ദൈവീക സമ്പത്ത്, ദൈവീകമായി നമ്മൾ ആർജിക്കുന്ന സമ്പത്ത്. ഞാൻ മുമ്പേ പറഞ്ഞു, സമ്പത്ത് എന്ന് പറയുന്നത് പണം മാത്രമല്ല, കറൻസി മാത്രമല്ല. നല്ല ഗുണങ്ങളെല്ലാം സമ്പത്താണ്. നല്ല ആരോഗ്യ സമ്പത്താണ്, നല്ല ബുദ്ധി സമ്പത്താണ്, നല്ല സുഹൃത്തുക്കൾ സമ്പത്താണ്, നല്ല കുടുംബ സമ്പത്താണ്. മനസ്സിലായില്ലേ? ഇതൊക്കെ സമ്പത്താണ്. ആ ദൈവിക സമ്പത്തിലെ ആദ്യത്തെ ഗുണം പറയുന്ന അഭയം തത്വസംശുദ്ധ, ഭയമില്ലാത്ത അവസ്ഥ, നിർഭയത്വം. ഭയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ ഗുണമുണ്ടെങ്കിൽ ആ ഗുണത്തെ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു ദുർഗുണമാണ് ഭയം. നല്ലതുപോലെ പഠിക്കുന്ന ഒരു കുട്ടി പരീക്ഷാ ഹാളിൽ ചെന്നിരുന്നപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ അവന്റെ ഉള്ളിലൊരു ഭയം വന്നു. അവൻ ആ പരീക്ഷയ്ക്ക് നല്ലപോലെ എഴുതാൻ പറ്റുമോ? പറ്റില്ല. നല്ലതുപോലെ പാട്ട് പഠിച്ച ഒരു കുട്ടിക്ക് വേദിയിൽ വന്ന് പാടാൻ മുമ്പിരിക്കുന്നവരെ കണ്ടപ്പോൾ ഒരു ഭയം വന്നു. പിന്നെ അതിന് ആ സ്റ്റേജ് ഫിയർ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് പാടാൻ പറ്റുമോ? പറ്റില്ല. നല്ലതുപോലെ ഡാൻസ് പഠിച്ച ഒരു കുട്ടി വേദിയിൽ കളിക്കാൻ കയറിയപ്പോൾ ഉള്ളിലൊരു ടെൻഷൻ വന്നു, ഭയം വന്നു. പിന്നെ കളിക്കാൻ പറ്റുമോ? അതിന് താളം പഠിക്കും. ഇനി നല്ല ടാലന്റ് ഉള്ള ഒരാൾ നല്ലതുപോലെ പ്രിപ്പയർ ചെയ്തിട്ട് ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ ചെന്നപ്പോ അങ്ങോട്ട് ഡോർ കൊടുത്ത് അകത്തോട്ട് കയറി അവിടെ ഇരിക്കുന്ന ആൾക്കാരെ കണ്ടപ്പോൾ ഉള്ളിലൊരു ഭയം വന്നു. പിന്നെ അയാൾക്ക് അവിടുത്തെ ചോദ്യത്തിന് ഉത്തരം കൃത്യമായിട്ട് പറയാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ ജീവിതത്തിൽ നിങ്ങൾ നോക്കുക, ഏതേത് ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഭയം ഉണ്ടായിട്ടുണ്ടോ ആ ഘട്ടങ്ങളിലെല്ലാം നിങ്ങളുടെ മനസ്സ് ഇടറിയിട്ടുണ്ട്. ഇടറിയ സമയത്തൊക്കെ ജീവിതത്തിൽ വിജയമായിരിക്കോ പരാജയമായിരിക്കുമോ? ഏതാ വരുന്നത്? പരാജയമാണ്. അപ്പൊ ഭയം ആദ്യം തന്നെ നമ്മളിൽ ഇല്ലാതാണ്. ഈശ്വരനെ ഭയക്കരുത്. ഈശ്വരനെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും ആദരിക്കാനുമാണ് പഠിക്കേണ്ടത്. പറഞ്ഞതിൽ അർത്ഥം മനസ്സിലായില്ലോ? ഈശ്വരനെ ആദരിക്കുക, ബഹുമാനിക്കുക, സ്നേഹിക്കുക. എന്തുകൊണ്ട്? ആ ഗുണങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട്. ഒരിക്കലും ഭഗവാനെ ഭയക്കരുത്. ഇത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ഭഗവാന്റെ വാക്കുകളാണ്. പക്ഷെ ഇതൊന്നും നമ്മളിത് പിന്തുടരുന്നില്ല. അതാണ് നമ്മുടെ ദുഃഖം. ശരി, ഇവിടെ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് തന്നെ വരാം. ഇവിടെ ദക്ഷൻ ഇപ്രകാരം ഭഗവാനെ അപമാനിച്ചു, ഭഗവാൻ അവിടെ വിട്ടുപോയി. ഇത് കഴിഞ്ഞതോടുകൂടി ഭഗവാൻ ദക്ഷൻ തമ്മിലൊരു ഗ്യാപ്പ് പോകും അല്ലേ? അപമാനിക്കപ്പെട്ടതിന്റെയും ഒക്കെ ഒരു തലം. ഇത് കഴിഞ്ഞ് ദക്ഷൻ ഒരിക്കലൊരു യാഗം നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ ദക്ഷൻ ഈ യാഗം നടത്താൻ വേണ്ടി തീരുമാനിച്ച സമയത്ത് ഇതിന്റെ ഇടയിൽ കൂടെ പറയേണ്ട ചില നീട്ടം വരുന്നോണ്ടാണ് പറയാം. നമ്മൾ ഈ യജ്ഞശാലയിലേക്കും ക്ഷേത്രത്തിലേക്കും ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ദയവേത് ഈ പത്രപേപ്പറുകൾ ഒഴിവാക്കും. ഈ ഭാഗവതം കൊണ്ടുവച്ചപ്പോഴും അമ്മ അറിയാതാണെങ്കിൽ ഒരു പത്രപേപ്പർ കൊണ്ടിരിക്കും. എന്താ കാരണം എന്ന് വെച്ചാൽ എന്തൊക്കെ ഈശ്വരീയമായ കാര്യങ്ങളാണ് അവിടെ കൊണ്ടുവരുമ്പോൾ ഈ പത്രപേപ്പറിൽ പിടിച്ചു മതി കൊലപാതകം, ബലാത്സംഗം, മയക്കുമരുന്ന് കച്ചവടം അല്ലേ, അച്ഛനെ വെട്ടിക്കൊന്നത്, ഭാര്യയ്ക്ക് വിഷം കൊടുത്തിട്ട് കാമുകിയോടൊപ്പം ഒളിച്ചോടിയത്, ഈ വാർത്തകളൊക്കെയാണ് നമ്മൾ പൊതുവെ പൂജാസ്ഥാനത്തേക്ക് വരുന്നതെങ്കിൽ ഇതിന്റെ ദോഷം നമ്മുടെ ജീവിതത്തിലേക്ക് അങ്ങനെ ആശയം വെച്ചത്. അക്ഷരം നേരാതെ ഉപയോഗിക്കുന്നതിന് പകരം വിഹിതമാക്കിയുള്ള വാർത്തകളല്ലേ അതുള്ളത് ആണോ? അപ്പൊ ചിലർക്കൊരു സംശയം വരും, ഭാഗവത്തിനകത്ത് കൊലപാതകം ഇല്ലയുണ്ട്, പക്ഷെ അത് അധർമ്മികളെ ഇല്ലാതാക്കലാണ്. മനസ്സിലായി? ദുഷ്ടന്മാരായ അസുരന്മാരെ നിഗ്രഹിക്കലാണ്. നല്ലവരെ നിഗ്രഹിച്ച് തരുന്നതാണോ? ആണോ? അല്ല. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ നമ്മളെ ഈ പേപ്പറുകളിൽ വരുന്നതിന് ഏറ്റവും കൂടുതൽ ഈ പേപ്പറുകളിൽ വരുന്ന വാർത്തകൾ എങ്ങനെയുള്ളതാണ്? പോസിറ്റീവാണോ നെഗറ്റീവാണോ?
നെഗറ്റീവല്ല, കച്ചവടത്തിന് വേണ്ടി നടക്കുന്നതാണ്. നമ്മുടെ ഈ നല്ല മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഒരു കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കുക. ദയവ് ചെയ്ത് പ്രഭാതത്തിൽ പത്രം വായിക്കും. ഇപ്പൊ നമ്മുടെ മലയാളിയുടെ ഒരു കോമൺ ശീലം നേരം എടുത്ത കട്ടൻ ചായയും പത്രവും കുടിക്കുകയാണ്. ഈ രാവിലെ ഈ പത്രം എടുത്ത് വായിക്കുമ്പോൾ തന്നെ ആദ്യത്തെ വാർത്ത അത് അപ്പോഴേ നമ്മുടെ തലയിൽ പറഞ്ഞു. മനസ്സിലാകുന്നു? ഫ്രഷ് മൈൻഡാ. ആ നെഗറ്റീവിൽ ഉണ്ടാകുന്ന വികാരം എന്താണ് അത് അന്നത്തെ ദിവസം മുഴുവൻ നമ്മുടെ പറയുന്നത്. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ നമ്മുടെ പൂർവികർ പറയും അവനവന്റെ കയ്യിൽ നോക്കി ഒന്ന് ദേവിയെ നമസ്കരിക്കാൻ പറയും. പറയുന്നില്ലേ? അവനവന്റെ കരകളിൽ നോക്കി പ്രാർത്ഥിക്കാൻ പറയും. അത് കഴിഞ്ഞിട്ട് ഭൂമിയെ ഒന്ന് തൊട്ടു എഴുതാൻ പറയും, അല്ലേ? അത് കഴിഞ്ഞ് വെളിയിലിറങ്ങി സൂര്യനെ നമസ്കാരം. അത്രയും ആവുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ പോസിറ്റീവായി. നിങ്ങൾ നാലിനൊക്കെ രാവിലെ നമ്മൾ ഇറങ്ങിയിട്ട് കാണുമ്പോൾ പത്രം എടുക്കുമ്പോൾ ആദ്യം കാണുന്ന വാർത്ത എന്താ? മിക്കവാറും ആരെങ്കിലുമൊക്കെ വെട്ടിക്കൊന്നു, അല്ലേ? എവിടെയെങ്കിലുമൊക്കെ പൊട്ടിത്തെറിച്ചു, എവിടെയെങ്കിലുമൊക്കെ അക്രമം നടത്തി. അപ്പൊ ആദ്യമേ തന്നെ ഒരിക്കലും നെഗറ്റീവ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. നിങ്ങൾ ഈ ക്ഷേത്രത്തിലൊക്കെ കേട്ടിട്ടുള്ള ഒരു പ്രഭാതങ്ങളിൽ ഇടുന്ന ഒരു ശ്ലോകമുണ്ട്, കൗസല്യ സുപ്രജ. പണ്ട് കാലത്ത് സ്ഥിരമായിരുന്നു, ഇപ്പൊ അമ്പലങ്ങളിലൊന്നും ഇടാറില്ല. ഇത് എവിടെയാണ് ഈ ശ്ലോകം ഉള്ളതെന്ന് അറിയാമോ? കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്ക്? കൗസല്യ സുപ്രജ രാമതീർത്ഥ പ്രപദ്യതേ ഉത്തിഷ്ഠ കാര്യശാസ്ത്രം എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? പണ്ട് കാലത്ത് സ്ഥിരം അമ്പലങ്ങളിൽ തന്നില്ലായിരുന്നു. കാരണം അത്യാവശ്യത്തിന് എന്തിനാണെന്നൊരു ബോധമൊക്കെ പണ്ട് കാലത്ത് ആൾക്കാരുണ്ട്. ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ അടിച്ചുകൂടി പാട്ടിലൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഈ കൗസല്യ സുപ്രജ എന്നൊക്കെ പറയുന്നത് എവിടെ ഉള്ളതെന്ന് അറിയാമോ? വീണ്ടും ഈശ്വരനെ വിളിക്കണം. രാമായണത്തിലെ വരികളാണ്. രാമായണത്തിൽ ശ്രീരാമചന്ദ്ര ഭഗവാനും ലക്ഷ്മണനും കൂടി ഈ യാഗരക്ഷ നടത്താൻ വേണ്ടി വിശ്വാമിത്രനോടൊപ്പം കുട്ടിക്കാലത്ത് വനത്തിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വനത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ദശരഥ മഹാരാജാവിന് ഒരു ദുഃഖം ഉണ്ടായിരുന്നു. ഈ കുട്ടികളെ എങ്ങനെയാണ് അച്ഛനും അമ്മയുടെ അടുത്തുനിന്ന് ഇവിടെ വിശ്വാമിത്രനോട് അയക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ വശിഷ്ഠ മഹർഷി പറയും, ഒരു പേടിയും വേണ്ട, ധൈര്യമായിട്ട് അയക്കുക. മാതാപിതാവിന് തുല്യമാണ് ഒരു നല്ല ഗുരു. മനസ്സിലാകുന്നുണ്ടോ? ഇന്നത്തെ ഗുരുക്കന്മാരെങ്ങനെയാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. രണ്ടാമത്തെ വിഷയം, യഥാർത്ഥത്തിൽ ഒരു ഗുരു എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും തുല്യം. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ അച്ഛനും അമ്മയും ഗുരുകുലത്തിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോരുകയോ ചെയ്യുന്നത്. കാരണം അച്ഛനും അമ്മയുടെയും കൂടി മഹത്വത്തെ അറിയുന്ന അധ്യാപകരായിരുന്നു പണ്ട് അധ്യാപകർ. ഇന്ന് അധ്യാപകർ ശമ്പളം വേണ്ടി ജോലിക്കാർ മാത്രമായി ഇന്നും മാറി. പണ്ടങ്ങനെയല്ല, അതൊരു ഉത്തരവാദിത്വമായിരുന്നു, മഹത്വമായിരുന്നു. അങ്ങനെയുള്ള ഗുരുനാഥനെ മരണം വരെയും വിദ്യാർത്ഥികൾ മറക്കില്ലായിരുന്നു. മറക്കുമോ? ഇത് സ്കൂളിൽ ഇറങ്ങിയിട്ട് തന്നെ ആ വിദ്യാർത്ഥി അധ്യാപകൻ എങ്ങനെയെങ്കിലും ഒരു പണ്ട് പഠിക്കുക. അടുത്ത കാലത്ത് നമ്മൾ കണ്ടില്ലേ, പണ്ട് പഠിപ്പിച്ച അധ്യാപികയെ സ്കൂളിൽ കയറി ഒരു ചെറുപ്പക്കാരൻ തല്ലിയിട്ട് പോയി, പത്തല് കൊണ്ടുപോയിട്ട്. ഈ അടുത്ത കാലത്ത് കണ്ടതാണ്, നമ്മൾ കേരളത്തിൽ കണ്ട വാർത്തയാണ്. എന്താ സംഭവിക്കുന്നത്? ഇന്ന് അധ്യാപകരുടെയും മൂല്യം നഷ്ടപ്പെട്ടു. കേവലം ശമ്പളം മേടിക്കാൻ വേണ്ടി മാത്രം ജോലി എടുക്കുന്നവരായി മാറി. അതിനപ്പുറത്തേക്ക് ഒരു അച്ഛനും അമ്മയുടെയും സ്ഥാനം. പണ്ട് ക്ലാസ്സിൽ പഠിക്കുന്ന ഓരോ കുട്ടിയെയും ആ കുട്ടിയുടെ വീടിന്റെ സാഹചര്യത്തെ വരെ ചോദിച്ച് പഠിക്കുന്നവരായിരുന്നു അധ്യാപകർ. വളരെ കൃത്യമായിട്ട് ഒരു കുട്ടിയുടെ മുഖമൊന്നും വാടിയിരുന്നാൽ അതിന്റെ കാരണം തിരക്കി അവനെ ആശ്വസിപ്പിച്ച് ചേർത്ത് നിർത്താനുള്ള കഴിവ് അധ്യാപകർക്കുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള വിശ്വാസത്തിനോടൊപ്പം മനസ്സിൽ പോകുമ്പോൾ ഈ ഓരോ രാത്രിയിലും രാമനും ലക്ഷ്മണനും കിടന്നുറങ്ങിക്കഴിഞ്ഞ് രാവിലെ എണീക്കാൻ നേരത്ത് രാമനെ വിളിച്ചുണർത്തുന്ന ശ്ലോകമാണ് ഈ കൗസല്യ സുപ്രജ എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? എങ്ങനെയാണ് വിളിച്ചുണർത്തുന്നത്? ഇത് നമ്മുടെ അമ്മമാര് പഠിക്കേണ്ട ഒരു പാഠമാണ്. പ്രഭാതത്തിൽ കുഞ്ഞുങ്ങളെ വിളിച്ചുണർത്തുന്നത് ആരാ? അമ്മമാരാണ്, അല്ലേ? അവർ പഠിക്കേണ്ട ഒരു പാഠമാണ്. ഇവിടെ വിളിച്ചുണർത്തുന്നത് എങ്ങനെയാ? കൗസല്യക്ക് പ്രിയപ്പെട്ടവനായ രാമ. മനസ്സിലായില്ലേ? ദശരഥ പുത്രനായ ഹേ രാമ, നിന്നെ ഉണർത്താൻ സൂര്യഭഗവാൻ വന്നിരിക്കുന്നു. ഏറ്റവും ശ്രേഷ്ഠമായ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവനായി നീ ഉണർന്ന് എഴുന്നേറ്റാലും. ഒരു പോസിറ്റീവായി ഏറ്റവും ശ്രേഷ്ഠ കാര്യം ചെയ്യാനായി പിറന്ന നീ ഉണർന്ന് എഴുന്നേറ്റാലും. അമ്മയ്ക്കും അച്ഛനും പ്രിയപ്പെട്ടവനെ എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു ആരും ഉണർത്തുന്നത്? വിശ്വാമിത്രൻ. ഇന്ന് നമ്മുടെ കുട്ടികളെ ഉണർത്തുന്നത് എങ്ങനെയാ? എന്നിട്ട് ചന്ദിക്കിറങ്ങിയിട്ട് പോത്തെ എണീടാ, സമയം പോയി, സ്കൂളിൽ പോകണ്ടടാ. അവൻ രാവിലെ കേൾക്കുന്ന വാക്കണ്ട പോത്തിന്നുള്ളതാണ്. അവന്റെ മനസ്സിൽ രാവിലെ തന്നെ ഏത് ചിത്രം പതിയും? പോത്തിന്റെ ചിത്രം പതിയും. അവന്റെ സ്വഭാവം അതേ കണക്കാവുന്നതിന് വല്ല പാടുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? രാവിലത്തെ ഫ്രെയിം എന്ന് പറയുന്നത് ഈ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എന്താ, ഈ ഒരു എഴുത്തുമില്ലാത്ത ഒരു ബോർഡ് പോലെ. നമ്മളെല്ലാം രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ എന്താ, മനസ്സൊക്കെ വളരെ ഫ്രീ ആണ്. ആ സമയത്ത് എന്താണോ പതിക്കുന്നത് അത് ഉള്ളിലേക്ക് ആഴത്തിൽ പതിക്കും. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മക്കളെ സ്നേഹത്തോടെ വിളിച്ച് നീപ്പിക്കണം.
നല്ല വാക്കുകൾ കൊണ്ട് വിളിച്ചിരിക്കുന്നത്. അതിനാണ് രാമായണത്തില് വിശ്വാമിത്രൻ ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് കാട്ടിത്തരുന്നത്. ഇതൊക്കെ രാമായണമൊക്കെ പഠിക്കണമെന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? മനസ്സിലാക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ അവിടെ രാമായണത്തിന്റെ വേറൊരു കാര്യം നമ്മളെന്ന് വെച്ചാൽ രാമൻ തന്റെ അഞ്ജനായ ലക്ഷ്മണനോട് പറയുന്ന ഒരു തത്വമുണ്ട്. ആ ലക്ഷ്മണനോട് ചോദിക്കുന്ന സമയത്ത് ലക്ഷ്മണനോട് പറയുന്നുണ്ട്, ഉത്തമനായ ഒരു പുത്രന്റെ കടമ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താ ഉത്തമനായ ഒരു പുത്രന്റെ കടമ എന്ന് ചോദിച്ചാൽ മാതാപിതാക്കളുടെ ചിന്തയ്ക്കനുസരിച്ച് ജീവിക്കുന്നവർ ഉത്തമപുത്രൻ. മാതാപിതാക്കൾ പറഞ്ഞത് കേട്ട് ഇവിടെ നോക്കിക്കേട്ട് ഇവിടെ പറഞ്ഞ മാതാപിതാക്കൾ പറഞ്ഞത് കേട്ടിട്ട് അതനുസരിക്കുന്നവൻ മധ്യമപുത്രൻ, മാതാപിതാക്കൾ പറഞ്ഞത് കേൾക്കാത്തവൻ അധമപുത്രൻ. ഇന്ന് അതിൽ ഏത് പുത്രന്മാരായിരുന്നു കൂടുതലുള്ള? മനസ്സിലായില്ലേ? ഇങ്ങനെ ഉത്തമനായ പുത്രൻ ആരാണ് എന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ രാമായണത്തിലൂടെ സാധിക്കും. നല്ല വ്യക്തികളെ സൃഷ്ടിക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ പറഞ്ഞു വന്ന ദക്ഷയാഗത്തിലേക്ക് തന്നെ നമുക്ക് പോകാം. ഇവിടെ ദക്ഷൻ പിന്നീട് ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു. ആ യാഗം ഒക്കെ നടത്താൻ തീരുമാനിച്ചു. അവർ ആരെ വിളിച്ചില്ല? സതീദേവിയെ വിളിച്ചില്ല, ശിവഭഗവാനെ ക്ഷണിച്ചില്ല. അപ്പോ ആ ക്ഷണിക്കാത്ത സ്ഥലത്തേക്ക് പോകുന്നത് ശരിയാണ്? ഒരിക്കലും അനുചിതമാണ്. അതുകൊണ്ട് ശിവൻ ഈ സതീദേവി പോകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ശിവൻ പറഞ്ഞു, വേണ്ട, അർഹതയില്ലാത്ത സ്ഥലത്തേക്ക് ചെന്നാൽ അവിടെ ദുഃഖം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. പക്ഷെ സതീദേവി തന്റെ അച്ഛന്റെ അടുത്തേക്ക് പോകണം. അങ്ങനെ തന്റെ ഭർത്താവിനെ നിന്ദിക്കുന്നത് സഹിക്കാൻ പറ്റാത്ത വിഷമത്തോടു കൂടി സതീദേവി അവിടെ ചെന്നു. ദക്ഷന്റെ യാഗസ്ഥലത്ത് ചെന്നു. അവിടെ ചെന്ന സമയത്ത് സതീദേവിയെ പരിഗണിച്ചില്ല. അവിടെ വെച്ച് ശിവനെ അവഗണിക്കുന്ന കേട്ട് തന്റെ ശരീരം അവിടെ ഉപേക്ഷിച്ചു. ആ ശരീരം അഗ്നിയിലേക്ക് ഉപേക്ഷിച്ച വൃത്താന്തം പറഞ്ഞ് ശിവൻ തന്റെ ഉഗ്രമായ താണ്ഡവത്തിലൂടെ വീരഭദ്രനെയും ഭദ്രകാളിക്കും ജന്മം കൊടുത്തു. അവിടെ നേരെ വീരഭദ്രനും ഭദ്രകാളിയുടെ ദക്ഷന്റെ യാഗസ്ഥലം ആക്രമിച്ചു. അവിടെ വെച്ച് ദക്ഷൻ ഏത് തലം കൊണ്ടാണോ ഭഗവാൻ നിന്ദിച്ചത്, ശിരസ് കൊണ്ടാണല്ലോ, അറിവ് അജ്ഞാനത്തിന്റെ പ്രത്യേകം ശിരസാണല്ലോ, ആ ബുദ്ധിയുടെ കേന്ദ്രമാകുന്ന ശിരസിന്റെ ആ ബുദ്ധിയെ വേണ്ടുമെണ്ണം ഉപയോഗിക്കാത്ത ശിരസ് ഇനി നിനക്കിരിക്കണ്ട എന്നുള്ളത് കൊണ്ട് പിരിച്ചെന്ത് ചെയ്തു? അതിനെ അഗ്നിയിലേക്ക് കളഞ്ഞു. അവിടെ ആ ശിരസിനെ പിഴുതു കളഞ്ഞു. അജ്ഞാനത്തെ വേരോടെ പിഴുതു മാറ്റുന്നത് പോലെ ആ അഹങ്കാരത്തെ പിഴുത് അഗ്നിയിലേക്ക് കളഞ്ഞു. അത് കഴിഞ്ഞ് നേരെ തിരിച്ചു വന്നു. പക്ഷെ യാഗം മുടങ്ങാൻ പാടില്ല. മറ്റു ദേവന്മാരെല്ലാം ഒന്ന് അഭ്യർത്ഥിച്ചതിന്റെ പ്രകാരം ആ യാഗത്തിന് എന്ത് ചെയ്തു? അവിടെ ആടിന്റെ ശിരസ് വെച്ച് ദക്ഷനെ ഏഴുചരിപ്പിച്ചു. കാരണം മനുഷ്യ ശിരസിൽ നിന്ന് മൃഗത്തിന്റെ ശിരസിലേക്ക് ദക്ഷൻ എത്തപ്പെട്ടു. എന്താ കാരണം? അതായത് തല മാറി എന്നുള്ള അർത്ഥമല്ല, ആ ബോധ ബുദ്ധിയെ അധപ്പതിച്ചു എന്നത് ബോധ്യപ്പെടുത്തുകയാണ്. അവിടെ നമുക്ക് ആ ശിരസിലേക്ക് എത്തി. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് ഒറ്റ കാര്യമുള്ളൂ. അവിടെ മരുമകൻ എന്ന ഭാവത്തിനേക്കാളും, മനസ്സിലാവുന്നുണ്ടോ, മഹാദേവനായി കണ്ടിരുന്നു എങ്കിൽ ദക്ഷിണി ദുർഗതി വരുമായിരുന്നോ? വരില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഉന്നതമായ ഗുണത്തെ കാണാനുള്ള കണ്ണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുകൂടി നമ്മളെ ബോധിപ്പിക്കുകയാണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവചരിതമൊക്കെ ആ ഭാഗം ഒന്ന് വിട്ടിട്ട് നമുക്കിപ്പോ ഇന്നത്തെ നരസിംഹാവതാരത്തിന്റെ ഭാഗം ഒന്ന് ചർച്ച ചെയ്യാം. ബാക്കിയുള്ള ഭാഗം വൈകിട്ടും ഒക്കെയുള്ള സമയത്തിനനുസരിച്ച് നമുക്ക് ഓർഡറൊന്നും നോക്കണ്ട, നമുക്ക് ചർച്ച ചെയ്ത് പോകാം. നമ്മുടെ നരസിംഹാവതാരത്തിലേക്ക് വരികയാണെങ്കിൽ